പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവതിരുനാമം എന്നും എല്ലായ്പ്പോഴും മൗക്തീകൃതമാകട്ടെ. ശ്ലീബാകാലത്തിലെ 7-ാം ഞായർ, ആരാധനക്രമ വത്സരത്തിലെ അവസാനത്തെ ഞായർ. ഇന്ന് തിരുസഭ നമുക്ക് നൽകുന്ന തിരുവചന വിചിന്തനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങളാണ്. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലത്തുവശത്തും കോലാടുകളെ ഇടത്തുവശത്തും നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവീൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങളെൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അനന്തരം അവൻ തൻ്റെ ഇടത്തുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലും ആയിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗൃഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ. അവസാന വിധി അഥവാ അന്ത്യവിധി എന്നറിയപ്പെടുന്ന ഈ സുവിശേഷ ഭാഗം വിധിയാളനായ യേശുവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വിവരണമാണ്. ക്രൈസ്തവ ധാർമ്മികതയുടെ പ്രേരക ശക്തിയായി നിലകൊള്ളുന്ന ഭാവിയെക്കുറിച്ചുള്ള ഈ പ്രവാചക ദർശനം മത്തായി സുവിശേഷത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഈ യുഗാന്ത്യോന്മുഖ പ്രബോധനത്തിന് മനുഷ്യപുത്രൻ്റെ ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവതരിപ്പിക്കുന്ന ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 13-14 തിരുവചനങ്ങളുമായും യഹൂദരുടെ യുഗാന്ത്യോന്മുഖ ഗ്രന്ഥവിവരണങ്ങളുമായും ബന്ധമുണ്ട്. വെളിപാട് പുസ്തകം 15-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിലും 20-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളിലും വിധി, നിത്യരക്ഷ, നിത്യശിക്ഷ എന്നിവയെക്കുറിച്ചുള്ള പ്രതിപാദനം കാണാം.
പുതിയ നിയമത്തിലെ വെളിപാട് പുസ്തകത്തിൻ്റെ രചനാ കാലയളവിന് വളരെ മുൻപ് രചിക്കപ്പെട്ടതാണ് മത്തായി സുവിശേഷത്തിലെ 24 25 അധ്യായങ്ങൾ. മനുഷ്യപുത്രനെ ഇടയനായും ശിക്ഷ്യരെ ചെമ്മരിയാടുകളായും ദുഷ്ടരെ കോലാടുകളായും വേർതിരിക്കുന്ന അലങ്കാരിക പ്രയോഗങ്ങൾ ഇവിടെ കാണാം. മനുഷ്യപുത്രനും ചെറിയ സഹോദരന്മാരും തമ്മിലുള്ള ബന്ധം മറ്റൊരു സവിശേഷതയാണ്. യേശുവിൻ്റെ അധരങ്ങളിൽ നിന്നും മാത്രം വരുന്നതും യേശു സ്വയം വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുമായ ഒരു സംജ്ഞയാണ് മനുഷ്യപുത്രൻ എന്ന പ്രയോഗം. യേശുവിൻ്റെ പ്രബോധനങ്ങളിൽ 3 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സംജ്ഞ ഉപയോഗിക്കുന്നു. 1, യേശുവിൻ്റെ ഭൗമിക ജീവിതം. 2, യേശുവിൻ്റെ സഹനം. 3, യേശുവിൻ്റെ മഹത്വത്തോടെയുള്ള രണ്ടാം ആഗമനം. ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുള്ള മനുഷ്യപുത്രൻ എന്നത് യേശുവിൻ്റെ ഭൗമിക രക്ഷാകര ദൗത്യത്തെ സൂചിപ്പിക്കുന്നു. ശാപത്തിൻ്റെ അതിനാഥനായ മനുഷ്യപുത്രൻ എന്നത് മനുഷ്യാവതാരം ചെയ്ത യേശുവിൻ്റെ ദൈവിക അധികാരത്തെ സൂചിപ്പിക്കുന്നു. ഭൂമിയിൽ വളരെയേറെ സഹിക്കുന്ന മനുഷ്യപുത്രൻ എന്നത് സഹനദാസനായ യേശുവിനെയും അവൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാന സ്വർഗാരോഹണ രഹസ്യങ്ങളെയും സൂചിപ്പിക്കുന്നു. എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുന്ന മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്ന മനുഷ്യപുത്രൻ യേശുവിൻ്റെ മഹത്വത്തോടെയുള്ള രണ്ടാം ആഗമനത്തെ സൂചിപ്പിക്കുന്ന ആദിമ സഭാവിശ്വാസമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായം 62 തിരുവചനത്തിൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും എന്ന് പറയുന്നുണ്ട്. ഇത് വിധിയാളനായ ദൈവത്തിൻ്റെ അധികാരപൂർവമായ രണ്ടാം വരവ് യേശുവിൽ പൂർണ്ണമാകുന്നതിനെ സൂചിപ്പിക്കുന്നു. ക്രിസ്തുവും ദൈവപുത്രനും റബ്ബിയും രക്ഷകനും ദൈവത്തെ വെളിപ്പെടുത്തുന്നവനും ഇസ്രായേലിൻ്റെ രാജാവും വിധിയാളനായ ദൈവത്തിൻ്റെ അധികാരിയുമായ യേശു മനുഷ്യപുത്രനാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലും കുമ്രാൻ സമൂഹത്തിൻ്റെ രചനകളിലും ഏനോക്കിൻ്റെ പുസ്തകത്തിലും രക്ഷകൻ്റെ ദൗത്യവുമായി ബന്ധപ്പെടുത്തി മനുഷ്യപുത്രൻ എന്ന സംജ്ഞ ഉപയോഗിച്ചിരിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 7 അധ്യായത്തിലും 110 സങ്കീർത്തനത്തിലും യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 53 അധ്യായത്തിലും ഭൂമിയിൽ യേശുവിൻ്റെ അധികാരം, സഹനം, യുഗാന്ത്യവിധി എന്നിവയിൽ മനുഷ്യപുത്രൻ എന്ന സംജ്ഞ യേശുവിൻ്റെ അനന്യത വെളിപ്പെടുത്താൻ സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കാം. യേശുവിനെ അനുഗമിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന നിയമജ്ഞനോട് യേശു പറയുന്നു, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. മത്തായിയുടെ സുവിശേഷം 9 അധ്യായം 6 തിരുവചനം, മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ അധികാരമുണ്ട്. മത്തായി 12:8, മനുഷ്യപുത്രൻ ശാപത്തിൻ്റെയും കർത്താവാണ്. മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 21 തിരുവചനം, മനുഷ്യപുത്രൻ പീഡകൾ സഹിക്കുകയും വധിക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. യുഗാന്ത്യത്തിൽ ഈ മനുഷ്യപുത്രൻ തന്നെ വിധികർത്താവായി പ്രത്യക്ഷപ്പെടുന്നു എന്ന് കാണിക്കാനാണ് മത്തായി സുവിശേഷകൻ ഇവിടെ മനുഷ്യപുത്രൻ എന്ന സംജ്ഞ ഉപയോഗിച്ചിരിക്കുന്നത്. യേശു തന്നെക്കുറിച്ച് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ് മനുഷ്യപുത്രൻ എന്നത്. മറ്റാരും യേശുവിനെ മനുഷ്യപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നില്ല. വാനമേഘങ്ങളിൽ ആഗതനാകുന്ന മഹത്വപൂർണനായ മനുഷ്യപുത്രൻ എന്ന സംജ്ഞയുടെ ഉറവിടം ദാനിയേലിൻ്റെ പുസ്തകമാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വിവരണമുള്ള മനുഷ്യപുത്രൻ എന്ന പ്രയോഗം ഹീബ്രുവിൽ ബെൻ ആദാം, അറമായ ഭാഷയിൽ ബാർ നാഷ,
ഗ്രീക്കിൽ ഹിയോസ്തു ആന്ത്രോപ്പ് അഥവാ അന്ത്രോപ്പോസ് എന്നത് ഇമ്മാനുവേലായ മനുഷ്യാവതാരം ചെയ്ത രക്ഷകനായ ദൈവപുത്രനുമായ യേശുവിൻ്റെ വിധിയാളനായുള്ള രണ്ടാം ആഗമനം വരെ പ്രതിഫലിപ്പിക്കുന്ന പദപ്രയോഗമാണ്. ഇത് ഇമ്മാനുവേലായ മനുഷ്യാവതാരം ചെയ്ത രക്ഷകനും ദൈവപുത്രനുമായ യേശുവിൻ്റെ വിധിയാളനായുള്ള രണ്ടാം ആഗമനം പ്രതിഫലിപ്പിക്കുന്ന പദപ്രയോഗമാണ്. യേശുവിൻ്റെ പ്രത്യാഗമനത്തിൽ എല്ലാ ജനതകളും യുഗാന്ത്യ ന്യായവിധിക്കായി ഒരുമിച്ച് കൂട്ടപ്പെടും. മത്തായി സുവിശേഷകൻ രണ്ടർത്ഥത്തിൽ ജനതകൾ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, യഹൂദമതത്തിന് പുറത്തുള്ളവരെയെല്ലാം യഹൂദർ വിജാതീയരായിട്ടാണ് കരുതിപ്പോന്നത്. യേശുവും ഈ അർത്ഥത്തിൽ സംസാരിക്കുന്നു. മത്തായി സുവിശേഷം 21 43 ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതകൾക്ക് നൽകപ്പെടും. ഈ അർത്ഥത്തിൽ ജനതകൾ യഹൂദമതത്തിന് പുറത്തുള്ളവരാണ്. 2, ജെറുസലേം ദേവാലയത്തിൻ്റെ നാശത്തെ തുടർന്ന് ഇസ്രായേലിന് ദൈവജനം എന്ന പദവി നഷ്ടപ്പെടുമ്പോൾ അവരും എല്ലാ ജനതകളും എന്ന പ്രയോഗത്തിൽ ഉൾപ്പെടുന്നു. പിന്നീട് ഇസ്രായേലിൻ്റെ രക്ഷ ദൈവജനം എന്ന പേരിലല്ല, മറിച്ച് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ്. വിശ്വാസം വഴിയാണ് ഒരാൾ അബ്രാഹത്തിൻ്റെ സന്തതിയാവുക. അവസാന വിധി രംഗത്തെ എല്ലാ ജനതകളും എന്ന പദപ്രയോഗം സാർവത്രിക സ്വഭാവമുള്ളതാണ്. ഇത് വിജാതീയരെയും സ്വജാതീയരെയും ഉൾക്കൊള്ളുന്നു. ആത്യന്തികമായി എല്ലാവരും ദൈവമക്കളാണ്. യുഗാന്ത്യത്തിൽ എല്ലാവരും ന്യായവിധിക്കായി യേശുവിന് മുമ്പാകെ ഒരുമിച്ച് കൂട്ടപ്പെടും. കാരണം ലോകാവസാനത്തിന് മുൻപ് എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടും. അതിനോടുള്ള വിജാതീയരുടെ മനോഭാവം പോലും വിധിയുടെ അളവുകോലാണ്. മത്തായി സുവിശേഷം 16 മനുഷ്യപുത്രൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. യുഗാന്ത്യത്തിലെ നിർണായകമായ വേർതിരിക്കൽ നന്മയും തിന്മയും തമ്മിലുള്ള സഹവാസത്തിൻ്റെ സമയം പൂർത്തിയായിരിക്കുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. വിത്തും കളയും ഒരുമിച്ച് വളരുന്ന സമയം അവസാനിച്ചു. കടലിൽ എറിയപ്പെട്ട വലയിൽ അകപ്പെട്ടതായ മത്സ്യങ്ങളെ വേർതിരിക്കുന്ന സമയമായി. തിന്മ പ്രവർത്തിക്കുന്നവർക്ക് നീതിമാന്മാരോടുകൂടെ എന്നും സഹവസിക്കാനാവില്ല. ദുഷ്ടർ ശിക്ഷിക്കപ്പെടും, നീതിമാന്മാർ സ്വർഗം പുൽകും. നീതിമാന്മാർ നിത്യജീവനിലേക്ക് പ്രവേശിക്കും, അനീതി പ്രവർത്തിക്കുന്നവർ നിത്യശിക്ഷയിലേക്ക് തള്ളപ്പെടും. അനുതാപത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച സ്നാപയോനാൻ്റെ കാലം മുതൽ തിന്മ പ്രവർത്തിക്കുന്നവർക്ക് ദൈവകോപത്തിൽ നിന്ന് ഓടിയകലാനുള്ള അവസരം നൽകപ്പെടുകയാണ്. ദൈവ കരുണയുടെ സമയം. മത്തായി സുവിശേഷം 3 ഫലം തരാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. മത്തായി സുവിശേഷം 3 പതിര് കെടാത്ത തീയിൽ കത്തിച്ചു കളയും. മത്തായി സുവിശേഷം 7 നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവീൻ. മത്തായി സുവിശേഷം 10 ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവീൻ. മത്തായി സുവിശേഷം 13 കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയാൻ അവ കെട്ടുകളായി വയ്ക്കുവീൻ. ഇവയെല്ലാം അന്ത്യവിധിയെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ തന്നെയാണ്. ശിക്ഷാവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് യേശു പഠിപ്പിച്ച നീതിയുടെയും
ധാർമ്മികതയുടെയും അവിഭാജ്യ ഘടകമാണ്. മത്തായി സുവിശേഷം 13-ാം അധ്യായം 41 42 തിരുവചനങ്ങളിൽ തിന്മ പ്രവർത്തിക്കുന്നവരെയും പാപഹേതുക്കളെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുമെന്ന മുന്നറിയിപ്പ് കാണാം. നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കുന്നതാണ് അന്ത്യവിധിയുടെ ദിനങ്ങൾ. നിത്യശിക്ഷ ഒരു മിഥ്യയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. സ്വർഗത്തിൽ യേശുവിൻ്റെ ചെറിയവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന മാലാഖമാർ വിധി ദിനത്തിൽ ദുഷ്ടരെയും ശിഷ്ടരെയും തമ്മിൽ വേർതിരിക്കും. അന്ത്യവിധിയുടെ സമയത്ത് കോലാടുകളെയും ചെമ്മരിയാടുകളെയും വേർതിരിക്കുന്ന ഇടയനായി യേശു സ്വയം വിശേഷിപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 7 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ യുഗാന്തി ഇടയനായ യേശു എന്തൊക്കെ ചെയ്യുന്നുവെന്ന് വിവരിക്കുന്നു. പലസ്തീനായിലെ യഹൂദരുടെ പ്രധാന ഉപജീവന മാർഗമായിരുന്നു ചെമ്മരിയാടുകളും കോലാടുകളെയും ചെമ്മരിയാടുകളെയും വളർത്തുക എന്നത്. ദൈവത്തെ ഇടയനായും ദൈവജനത്തെ ആട്ടിൻപറ്റമായും അജഗണമായും ചിത്രീകരിച്ചിരുന്നത് ആ കാലഘട്ടത്തിലെ ജനതയ്ക്ക് കൂടുതൽ മനസ്സിലാകുന്ന പ്രയോഗങ്ങളായിരുന്നു. കോലാടുകളും ചെമ്മരിയാടുകളുമാണ് കൃഷിക്കാരൻ്റെ സമ്പദ്ഘടനയെ വിവരിക്കുന്നത്. ഇവയെ വേർതിരിക്കുന്ന രീതി യേശു ക്രിസ്തുവിൻ്റെ സദസ്സിന് വളരെ സുപരിചിതമായിരുന്നു. ചെമ്മരിയാടുകൾ നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തെയും കോലാടുകൾ തിന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. വലത്തുവശം നന്മ ചെയ്ത് ദൈവപ്രീതി സമ്പാദിച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർക്കായി നിശ്ചയിച്ചിരിക്കുന്നു. ലോകസ്ഥാപനം മുതൽ സൃഷ്ടാവായ ദൈവം നന്മ പ്രവൃത്തികളിലൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവർക്കായി രാജ്യം ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന പ്രസ്താവന പ്രത്യാശയും അതിൻ്റെ നിവൃത്തിയും വ്യക്തമാക്കുന്നു. 32 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ ഒരു മനുഷ്യൻ്റെ സ്വർഗരാജ്യ പ്രവേശനം സാധ്യമാക്കുന്നതോ നിരാകരിക്കുന്നതോ ആയ 6 ജീവകാരുണ്യ പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നു. യെശയ്യാ പ്രവാചകൻ 58-ാം അധ്യായം 7-ാം തിരുവചനത്തിലും യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 6ഉം 7ഉം തിരുവചനങ്ങളിലും ഇതേ സൽപ്രവൃത്തികൾ തന്നെ ദൈവം മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഈ 6 ജീവകാരുണ്യ പ്രവൃത്തികൾ യഥാർത്ഥ ദൈവഭക്തിയുടെ അടയാളങ്ങളാണ്. യേശുവിൻ്റെ എളിയ സഹോദരങ്ങൾക്ക് ചെയ്യുന്ന ഈ നന്മകൾ യേശുവിന് ചെയ്യുന്നതാണെന്ന് അവിടുന്ന് പറയുന്നു. ഈ നന്മ പ്രവൃത്തികൾ നമ്മൾ നിഷേധിക്കുമ്പോൾ യേശുവിന് തന്നെയാണ് അവ നിഷേധിക്കുന്നത് എന്ന് യേശു ചൂണ്ടിക്കാണിക്കുന്നു. യേശു തൻ്റെ എളിയ സഹോദരങ്ങളുമായി തന്നെ തന്നെ താതാത്മ്യപ്പെടുത്തി സംസാരിക്കുന്നു എന്നത് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ അനിതര സാധാരണമായ പ്രത്യേകതയാണ്. എളിയവർ യേശുവിൻ്റെ പരിഗണനയും ശ്രദ്ധയും അർഹിക്കുന്നു. അവർ യേശുവിന് പ്രിയപ്പെട്ടവരാണ്. സ്വർഗരാജ്യ പ്രവേശനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് യേശുവിൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരങ്ങൾ. മത്തായി സുവിശേഷം 10-ാം അധ്യായം 42-ാം തിരുവചനത്തിൽ ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. സുവിശേഷ പ്രഘോഷകർ യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. സമൂഹത്തിലെ ദുർബലരും ദരിദ്രരും പീഡിതരും യേശുവിൻ്റെ ചെറിയവരിൽ ഉൾപ്പെടുന്നു. ഇവരിൽ വിശ്വാസത്തിൻ്റെ ദുർബലരായവരുമുണ്ട്, വിശ്വാസത്തിൽ ദുർബലരായവരുമുണ്ട്. ഇവരെയും ചേർത്ത് പിടിച്ച് ബലപ്പെടുത്തുന്നതാണ് ക്രിസ്തീയ സാഹോദര്യമെന്ന് യേശു ഓർമ്മപ്പെടുത്തുന്നു. സുനാഗോ എന്ന ഗ്രീക്ക് പദത്തിന് സ്വീകരിക്കുക, സമൂഹത്തിലേക്ക് സ്വീകരിക്കുക, വീട്ടിലേക്ക് സ്വീകരിക്കുക,
അഭയാർത്ഥികളെ സ്വീകരിക്കുക എന്നീ അർത്ഥങ്ങളുണ്ട്. വിശക്കുന്നവനെയും ദാഹിക്കുന്നവനെയും പരദേശിയെയും സ്വീകരിക്കുന്ന ദൈവസ്നേഹം ദുർബലരോടും ആലംബഹീനരോടും രോഗികളോടും ദരിദ്രരോടും തെരുവിൻ്റെ മക്കളോടും കരുണ കാണിക്കുന്നതാണ് ക്രിസ്തീയ സ്നേഹം. നഗ്നനെ ഉടുപ്പിക്കുന്നതും രോഗി സന്ദർശനവും കാരാഗൃഹ സന്ദർശനവും എല്ലാം ക്രിസ്തു സ്നേഹത്തിൻ്റെ പ്രകാശനമാണ്. ലോകത്ത് തങ്ങളുടെ വിഭവശേഷിയിൽ ഏറ്റവും അധികം ജീവകാരുണ്യ പ്രവൃത്തികൾക്കായി ചെലവിടുവാൻ ക്രൈസ്തവരെ പ്രേരിപ്പിക്കുന്ന ഘടകം ഈ ദൈവസ്നേഹമാണ്. എപ്പിസ്കപ്റ്റോമായി എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം സന്ദർശിച്ചു, ശുശ്രൂഷിച്ചു, പരിചരിച്ചു എന്നാണ്. നല്ല സമർപ്പണവും ദൈവസ്നേഹവും കൂടാതെ ജീവകാരുണ്യ പ്രവൃത്തികൾ അസാധ്യമാണ്. ക്രൈസ്തവ വിശ്വാസം ആവശ്യപ്പെടുന്ന പ്രവൃത്തിയുടെ തലമാണ് ജീവകാരുണ്യ പ്രവൃത്തികൾ. ആത്മസമർപ്പണത്തോടെ യേശുവിനെ മറ്റുള്ളവരിൽ കണ്ട് നിർവഹിക്കുന്ന ജീവകാരുണ്യ പ്രവൃത്തികൾക്ക് സ്വർഗപ്രവേശനത്തോളം മൂല്യമുണ്ട്. ദൈവം ദരിദ്രരുടെയും പീഡിതരുടെയും പക്ഷത്താണെന്ന് പഴയ നിയമത്തിൽ മോശ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ജീവകാരുണ്യ പ്രവൃത്തികൾ നിരസിക്കുന്നവൻ ക്രിസ്തുവിനെ തന്നെയാണ് നിഷേധിക്കുന്നത്, നിരസിക്കുന്നത്. അന്തിക്രിസ്തു എന്ന വാക്കിനർത്ഥം ക്രിസ്തുവിനെ നിഷേധിക്കുന്നവൻ, നിരസിക്കുന്നവൻ എന്നാണ്. ക്രിസ്തീയ വിശ്വാസവും അത് ആവശ്യപ്പെടുന്ന ജീവകാരുണ്യ പ്രവൃത്തികളും നിരസിക്കുന്നവൻ അന്ത്യവിധി നാളിൽ നിത്യ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. പ്രവൃത്തി ആവശ്യപ്പെടുന്ന ക്രിസ്തീയ വിശ്വാസം ജീവകാരുണ്യ പ്രവൃത്തികളിലൂടെ പ്രതിഫലിപ്പിക്കുന്നവർ നീതിമാന്മാർക്കടുത്ത നിത്യജീവനിലേക്ക് പ്രവേശിക്കും. ജീവിത സാക്ഷ്യത്തോടുകൂടിയ ക്രിസ്തീയ വിശ്വാസം നമ്മെ അനുഗ്രഹിക്കപ്പെട്ടവരായി സ്വർഗപ്രവേശനത്തിനും നിത്യജീവനും അർഹരാക്കും. ജീവിത സാക്ഷ്യമില്ലാത്ത ക്രിസ്തീയ വിശ്വാസവും സത്യവിശ്വാസത്തിന് നിരസനവും നമ്മെ ശപിക്കപ്പെട്ടവരും പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് തള്ളപ്പെട്ടവരുമാക്കി തീർക്കും. നമ്മുടെ സത്പ്രവൃത്തികൾ കണ്ട് നമ്മൾ വിശ്വസിക്കുന്ന സത്യദൈവമായ യേശു ക്രിസ്തുവിൻ്റെ മുഖം മറ്റുള്ളവരിൽ പ്രകാശിക്കേണ്ടുന്നതിന് വിശ്വാസ ജീവിതത്തെ നമുക്ക് പ്രവൃത്തി കൊണ്ട് സാക്ഷ്യപ്പെടുത്താം. ലോകസ്ഥാപനം മുതൽ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യവും നിത്യജീവനും സ്വന്തമാക്കി നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടവരാകാം. നീതിമാന്മാർ ദൈവരാജ്യത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ ആമീൻ.